പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇന്ത്യൻ ജിയോഗ്രഫിയുടെ ഒരു പോർഷനാണ് പറഞ്ഞു പോകുന്നത്. ഒരുപാട് വീഡിയോസ് ഇന്ത്യൻ ജിയോഗ്രഫി സെക്ഷനിൽ നിന്നും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പ്ലേലിസ്റ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം, കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ഇന്ത്യൻ നദികളാണ് പറഞ്ഞു വരുന്നത്. അതായത് സിന്ധുവും അതിൻ്റെ പോഷക നദികളും എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ് കഴിഞ്ഞ വട്ടം എടുത്തു നിർത്തിയത്. നദികൾ പറഞ്ഞറിഞ്ഞ് കുറച്ച് വാസ്റ്റായിട്ടുള്ള ഏരിയയാണ്. അതിനകത്ത് ഇന്ത്യൻ നദികൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഹിമാലയൻ നദികൾ, ബുദ്ധിബിയൻ നദികൾ. അതിൽ ഹിമാലയൻ നദികൾ പറഞ്ഞു വരുവാണ്. ഹിമാലയൻ നദികളിനകത്ത് സിന്ധുവുണ്ട്, ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്. അതിൽ സിന്ധുവിൻ്റെ കാര്യം പറഞ്ഞു, സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും അതിൻ്റെ പോഷകം നമ്മൾ പറഞ്ഞ് ഇനി ഗംഗയുടെ കാര്യം പറയുവാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഗംഗയും അതിൻ്റെ പോഷക നദികളും എന്നൊരു സെക്ഷനാണ് പറഞ്ഞു പോകുന്നത്. ഗംഗ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുക ഗംഗാ നദിയുടെ പവിത്രത, പിന്നെ ഈ ആൾക്കാരൊക്കെ അതിനകത്ത് ഇറങ്ങി ഇന്ന് ബലിതർപ്പണം ചെയ്യുന്നു. അപ്പോൾ അതുപോലെ ഇന്ത്യയുടെ പുണ്യ നദി എന്നറിയപ്പെടുന്ന നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. അപ്പോൾ ആ ഒരു ഗംഗയും അതിൻ്റെ പോഷക നദികളെയും കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഗംഗയുടെ ഒരു മാപ്പ്. അപ്പോൾ ഇതിനകത്ത് 5 സംസ്ഥാനങ്ങൾ കൂടെയാണ് ഇത് ഒഴുകുന്നത്. ഉത്തരാഖണ്ഡ്, അതിൻ്റെ ഒറിജിനൊക്കെ ഉത്തരാഖണ്ഡിൽ നിന്നാണ്. പിന്നെ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഇന്ത്യയിൽ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ നദികൾ ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് മെയിനായിട്ട് കോമണായിട്ട് പഠിച്ചു പോകുന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, ഇതിലേക്കൂടൊക്കെ അത് ഒഴുകുന്നു, പിന്നെ അതെവിടെ ചെന്ന് പതിക്കുന്നു, അതിൻ്റെ ആ ഒരു നദിയുടെ അടുത്തുള്ള പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ ഏത്, ടൗണുകൾ ഏത്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകേണ്ടത്. അപ്പോൾ ഗംഗാനദിയുടെ ഉത്ഭവം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗോത്രി ഗ്ലേഷ്യറാണ്. ഗംഗോത്രി എന്ന് നമ്മൾക്ക് അറിയാം. കാരണം നമ്മൾ ഈ ഗംഗാജൽ സർവീസ് പോസ്റ്റ് ഓഫീസിൽ നമ്മൾ റീറ്റെയിൽ പോസ്റ്റൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഗംഗാജൽ സർവീസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പറയുന്നുണ്ട് ഗംഗോത്രി സോഴ്സ്ഡ് ആയിട്ടുള്ള ഗംഗാജലമെന്ന്. അപ്പോൾ ഈ ഗംഗോത്രി ഗ്ലേഷ്യറാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേഷ്യർ എന്ന് പറയുന്നത് മഞ്ഞുപാളി. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒഴുകി നടക്കുന്ന മഞ്ഞുപാളി എന്നൊക്കെ നമുക്കത് ഒരു പിക്ചർ കൊടുക്കാം മനസ്സിൽ. അപ്പോൾ അതിനകത്തൊരു ഗോമുഖ് അല്ലെങ്കിൽ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഈ ഒരു ഒറിജിൻ ഓഫ് ഗംഗ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നമ്മളീ പറഞ്ഞ സ്ഥലത്ത് ഉത്തരാഖണ്ഡിലെ ഈ ഗംഗോത്രി ഗ്ലേഷ്യറിൽ ഗായ്മുഖിലൊക്കെ അവിടുന്ന് ഉത്ഭവിച്ച് ഒഴുകുന്ന നദിയുടെ പേര് ഗംഗയെന്നല്ല. അവിടെ ഗംഗ അറിയപ്പെടുന്ന ഭഗീരഥി എന്നാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, ഉത്ഭവസ്ഥാനത്ത് ഗംഗാനദി അറിയപ്പെടുന്ന പേര് ഭഗീരഥി എന്നാണ്. അപ്പോൾ എവിടെ വെച്ചാണ് ഈ ഗംഗ എന്ന പേര് വരുന്നത് എന്ന ഉള്ളൊരു രസകരമായിട്ടുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉത്തരാഖണ്ഡിൽ തന്നെയുള്ള സതോപന്ത് ഗ്ലേഷ്യർ എന്ന് പറയുന്നൊരു ഹിമാലയുണ്ട്. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്, അളകനന്ദ റിവർ. അതിങ്ങനെ ഒഴുകിയെത്തി, ഇപ്പം നിങ്ങൾക്ക് കാണാം മാപ്പിൽ, അത് ഇങ്ങനെ ഒഴുകിയെത്തി ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ ഭഗീരഥിയായിട്ട് ചേരും. ആ ചേരുന്ന സ്ഥലത്ത് ഈ 2 നദികളും ഭഗീരഥിയും അളകനന്ദ റിവറും വന്ന് ചേർന്ന് പിന്നെ ഒന്നായി ഒഴുകും. അവിടം തൊട്ടാണ് ഗംഗാ നദിക്ക് ഗംഗ എന്ന പേര് വരുന്നത്. അതായത് ഭഗീരഥി, അളകനന്ദ നദികൾ ദേവപ്രയാഗിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് ഗംഗ എന്ന പേരിൽ തുടർന്നൊഴുകുന്നു എന്നാണ് പറയുന്നത്. ഇനി തുടർന്ന് പറയുന്നതിന് മുമ്പായിട്ട് വളരെ കുറച്ച് സെൻറ്റൻസിൽ വളരെ ബ്രീഫായിട്ട് ഈ ഗംഗാ നദി എന്തുവാണെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞാൽ, ഇത് കത്തിക്കഴിഞ്ഞാൽ ഒരു 90% കാര്യങ്ങൾ ഗംഗാ നദിയെ പറ്റി നിങ്ങൾക്കങ്ങ് പിടികിട്ടും. കത്തിയില്ലേ, വിട്ടേരെ, നമുക്ക് തുടർന്ന് വിശദീകരിക്കുമ്പോഴത്തേക്ക് മനസ്സിലായിക്കോളും. അതായത് ഭഗീരഥി, അതായത് ഈ ഗംഗാനദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഗംഗോത്രി എന്നാണ്, ഗംഗോത്രി ഗ്ലേഷ്യർ എന്നാണ്. പക്ഷേ അവിടെ ആ നദി അറിയപ്പെടുന്നത് ഭഗീരഥി എന്നാണ്. ഭഗീരഥി ഒഴുകി വരുന്നത് ദേവപ്രയാഗിൽ വെച്ചിട്ട് അളകനന്ദ നദിയായിട്ട് ചേരുമ്പോഴാണ് ഗംഗ എന്ന പേര് വന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് അങ്ങനെ ഗംഗാനദിയായിട്ട് പോകുന്നത്. ഈ ഗംഗാനദി ഇങ്ങനെ ഒഴുകിപ്പോയിട്ട് കണ്ടോ മാപ്പിൽ ഒഴുകിപ്പോയിട്ട് ഫറാക്ക എന്ന് പറയുന്നൊരു പ്ലേസിൽ ചെല്ലുമ്പോഴത്തേക്കും 2 ബ്രാഞ്ചസായിട്ട് തിരിയും. 2 ബ്രാഞ്ചസായിട്ട് തിരിയുന്നു ഓർത്താൽ മതി. ഒരു ബ്രാഞ്ച് കണ്ട ഇങ്ങനെ വന്നിട്ട് അങ്ങ് ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കും. മറ്റേ ബ്രാഞ്ച് കണ്ടോ, ഈ ബ്രാഞ്ച് ബംഗ്ലാദേശിലോട്ട് കടന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടാണ് മെയിൻ പോയിൻ്റ്, ഈ നെയിം ചേഞ്ച് ആവും. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പത്മ എന്നാണ്.
പത്മ എന്നാണ് ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ പത്മ നദി ബംഗ്ലാദേശിലോട്ട് കയറുന്ന പത്മ നദി അവിടെ ചെന്ന് ബ്രഹ്മപുത്രയായിട്ട് ചേരും. നമ്മൾ ബ്രഹ്മപുത്ര ഇനി പറയുന്നേ ഉള്ളൂ. ബ്രഹ്മപുത്ര അതുവഴി വരുന്നുണ്ട്, ബംഗ്ലാദേശിലോട്ട് വരുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാം. അത് ഈ പത്മയായിട്ട് ചേർന്ന് ഒരുമിച്ച് അങ്ങ് ബേ ഓഫ് ബംഗാളിലോട്ട് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫറാക്ക എന്ന പ്ലേസിൽ വെച്ചിട്ട് 2 കൈവഴികളായിട്ട് തിരിയുന്നുണ്ട്. ആ ഒരു കൈവഴിൻ്റെ പേര് ഹൂഗ്ലി എന്നാണ്. ഈ ഒരു ബ്രാഞ്ച് ബംഗ്ലാദേശിലോട്ട് കിടക്കുന്നുണ്ട്. ബംഗ്ലാദേശിലോട്ട് കിടക്കുമ്പോഴത്തേക്ക് ഗംഗയുടെ പേര് മാറുന്നു, പത്മയെന്നാവുന്നു. അവിടെ വെച്ച് ബ്രഹ്മപുത്ര നദിയായിട്ട് ചേരുന്നു. ഈ ബ്രഹ്മപുത്ര നദിക്ക് ബംഗ്ലാദേശിൽ വേറെ പേരുണ്ട്, ജമുന എന്നാണ് അറിയപ്പെടുന്നത്. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ്. അപ്പോൾ എങ്ങനെ പറയാം? ബംഗ്ലാദേശിൽ വെച്ച് പത്മയും ജമുനയുമായിട്ട് കൂടിച്ചേർന്ന് മേഘനയായി മാറിയിട്ട് ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. ഇവർ രണ്ടും കൂടെ കൂടിച്ചേരുമ്പോഴത്തേക്ക് പിന്നെ മേഘനയാണ്. അങ്ങനെ മേഘനയായിട്ട് ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗംഗാ നദിയെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് കേട്ട് നിങ്ങൾക്ക് വല്ലതും കത്തിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്, എൻ്റെ ശ്രമം വിജയിച്ച്. ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങ് മനസ്സിലാവാത്തവർക്ക് അത് കത്തിക്കോളും. അപ്പോൾ നമ്മൾ ഒരുവിധം ജനറലി ഗംഗാ നദി എന്താണെന്ന് പറഞ്ഞ് ഇനി പറയാനുള്ളത് പോഷക നദികളാണ്. പോഷക നദികൾ പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് 75% ഓഫ് ഗംഗാ നദിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത് ഈ പോഷക നദികളുടെ കാര്യത്തിലായിരിക്കും. മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത്രയും ട്രിബ്യൂട്ടറീസ് മാത്രമല്ല, ഒരുപാടുണ്ട് പ്രധാനപ്പെട്ട ഗംഗയുടെ പോഷക നദികൾ. ഇതിലൊരു കാര്യം ഞാൻ പറയട്ടെ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് GK പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇൻ്റലിജൻ്റ് ആയിരിക്കണം. അതായത് ഏത് പോർഷൻ പഠിക്കണം, ഏതൊക്കെ പോർഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിലൊരു ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗംഗയ്ക്ക് ഇഷ്ടംപോലെ പോഷക നദികളുണ്ട്, ഇതെല്ലാം വേണേൽ കുത്തിയിരുന്ന് പഠിക്കാം. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇതിനു മുമ്പ് ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസിൽ നിന്ന് പഠിച്ചിട്ട് സമയം ലാഭിച്ചിട്ട് ഇൻ്റലിജൻ്റായിട്ട് മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മേജറായിട്ടുള്ള ട്രിബ്യൂട്ടറീസിൻ്റെ കാര്യമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ യമുന, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, ദാമോദർ, കോസി ഇതൊക്കെയാണ് ഗംഗാനദിയുടെ മേജറായിട്ടുള്ള ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ബാക്കിയുള്ള ട്രിബ്യൂട്ടറീസിൻ്റെ കാര്യം പഠിക്കേണ്ടതെന്നല്ല, നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യം അതെങ്കിൽ പഠിക്കാം. പിന്നെ സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് മറ്റുള്ള പോർഷൻസും കവർ ചെയ്യാം. അല്ലാതെ വെറുതെ ആവശ്യമില്ലാത്ത എല്ലാം കൂടെ പഠിച്ചിട്ട് സമയം കളയണ്ട എന്നുള്ള കാര്യമാണ് ഉദ്ദേശിച്ചത്, അല്ല പഠിക്കേണ്ട എന്നല്ല. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഗംഗയുടെ പോഷക നദിയിൽ ഓർത്തിരിക്കാനായിട്ടൊരു കോഡ്, അതായത് ഒരു അച്ഛൻ മോനോട് പറയുന്നതായിട്ടാണ്. മോൻ്റെ പേര് കോശി ദാമോദരൻ ആയിക്കോട്ടെ. അച്ഛൻ പറയാണ്, സൺ കോശി ദാമോദരൻ യു ഗോ ടു ഗംഗ. ഇതിനകത്ത് കോശി ദാമോദരൻ എന്ന് കോസി എന്ന് കിട്ടും, ദാമോദർ എന്ന് കിട്ടും, സൺ അതിനകത്ത് സൺ എന്ന് കിട്ടും, യുവിനകത്ത് നിന്ന് യമുന എന്ന് കിട്ടും, ഗോമതി എന്ന് കിട്ടും, ടു ഗംഗ ഗംഗാനകത്ത് നിന്ന് ഘാഗ്ര, പിന്നെ ഗണ്ഡക്. ആ ഘാഗ്ര ആൻഡ് ഗണ്ഡക് എന്ന് കിട്ടും. പിന്നെ ഗംഗ എന്നുള്ളത് കൊണ്ട് ഗംഗയുടെ ട്രിബ്യൂട്ടറീസിൻ്റെ കോഡാണെന്നും കണക്ട് ചെയ്ത് വയ്ക്കാം. കോശി ദാമോദരൻ സൺ യു ഗോ ടു ഗംഗ, ഇതാണ് എൻ്റെ കോഡ്. ഈ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ട്രിബ്യൂട്ടറീസ് എന്ന്. വേറെ സ്ഥലത്ത് ഉത്ഭവിച്ചിട്ട് ആ നദിയിലേക്ക് വന്നു ചേരുന്നതാണ് ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ഈ ട്രിബ്യൂട്ടറീസിൽ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഉണ്ട്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഉണ്ട്. അതായത് ലെഫ്റ്റ് വശത്തൂടെ വന്നു ചേരുന്നത്, മറ്റേത് റൈറ്റ് സൈഡിലൂടെ വന്നു ചേരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മാപ്പിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള ഗംഗയുടെ ട്രിബ്യൂട്ടറീസിൻ്റെ പേര് പറഞ്ഞ് ഇതിന് ഓരോന്നങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം. ആദ്യം നമ്മൾ യമുനയുടെ കാര്യം പറയാം. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. നമ്മൾ കേട്ടിട്ടുണ്ട് യമുന എന്ന്. അപ്പോൾ ഈ യമുന നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്, ഒറിജിൻ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാപ്പിൽ കാണാവുന്നതാണ്. അവിടെ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. ഈ യമുന നദി അവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് പിന്നെ ഗംഗയിൽ വന്ന് ചേരുന്നുണ്ട് അലഹബാദിൽ വെച്ചിട്ട്.
ഗംഗയുടെ യമുനയുടെ സംഗമസ്ഥാനം കൂടിച്ചേരുന്ന സ്ഥലം അലഹബാദ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് ഓർത്തു വയ്ക്കാവുന്ന ഒന്നാണ് ത്രിവേണി സംഗമം. അതായത് ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം എന്നാണ്. ഈ ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് ഈ സെയിം ഉത്തർപ്രദേശിലെ അലഹബാദ്. അതിൻ്റെ പുതിയ പേര് പ്രയാഗ്രാജ് എന്നാണ്. അപ്പോൾ ഗംഗയും യമുനയും പിന്നെ സരസ്വതി നദി, ഈ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നൊരു നദി എന്നുള്ളൊരു സങ്കല്പത്തിലുള്ളൊരു നദിയാണ്. ഇത് മൂന്നും കൂടെ കൂടിച്ചേരുന്നതാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത് പ്രയാഗ്രാജിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ യമുനയുടെ കേസിലേക്ക് ഇനി പോരാം. യമുനയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേഷ്യറാണ്. നമുക്ക് ഓർത്തിരിക്കുക എളുപ്പമാണ്. യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ഇനി യമുനയുടെ പോഷക നദികളുണ്ട്: ചമ്പൽ, ബേത്വ, കെൻ, ടോൺസ്, ഹിൻഡോൺ. യമുനയുടെ പോഷക നദികളുടെ കോഡ് വേണമെങ്കിൽ ഓർത്ത് വെച്ചിരിക്കുക. ബിസിയായ എന്നെ ഹോണ്ടയിൽ കയറ്റിക്കൊണ്ടുപോയെന്ന്. അതായത് ബി എന്നുള്ളതിനകത്ത് നിന്ന് ബേത്വ എന്ന് കിട്ടും, സി എന്നുള്ള ചമ്പൽ എന്ന് കിട്ടും, ഹോണ്ട എന്നുള്ളതിനകത്ത് ഹിൻഡോൺ എന്ന് കിട്ടും, കെ ഫോർ കെൻ, ടി ഫോർ ടോൺസ്. അപ്പോൾ നമ്മൾ ഗംഗാനദി പറഞ്ഞ് ഗംഗാനദിയുടെ ട്രിബ്യൂട്ടറീസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യമുനാ നദിയുടെ പോഷക നദികൾ പറഞ്ഞ് ഇനി യമുനാ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഈ ടോൺസ് എന്ന് പറയുന്നത്. പിന്നെ യമുനാ നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ആഗ്ര, ഡൽഹി, മധുര, ഇതൊക്കെ യമുനാ നദിയുടെ തീരത്തെ പട്ടണങ്ങളാണ്. വൈ ഡാം എന്നോർത്തിരുന്ന ഒരു കോഡായി. എന്തുകൊണ്ട് ഡാം കെട്ടി എന്നുള്ള ഒരു ആശയം. വൈ ഫോർ യമുന, ഡി ഫോർ ഡൽഹി, എ ഫോർ ആഗ്ര, എം ഫോർ മധുര. അപ്പം യമുനാ നദിയുടെ തീരത്തുള്ള പട്ടണങ്ങളുടെ കോഡുമായി. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുനാ നദിയുടെ തീരത്താണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അടുത്ത സോൺ നദിയാണ്. സോൺ നദി ഉത്ഭവിക്കുന്ന അമർകണ്ടക്, മധ്യപ്രദേശ്. ഇപ്പോൾ നിങ്ങൾക്ക് മാപ്പിൽ കാണാവുന്നതാണ് സോൺ നദി. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഗംഗയിലോട്ട് വന്നു ചേരുന്ന പ്രധാന പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് സോൺ നദിയുടെ ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് സോൺ നദിയിലാണ്. സോൺ നദിയുടെ പ്രധാന പോഷക നദി റിഹാന്താണ്. റിഹാന്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അണക്കെട്ട് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം അണക്കെട്ട്. അതൊന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. സോൺ നദീ തീരത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന പട്ടണം പാടലീപുത്രം. അപ്പോൾ ഇത്രയാണ് സോണിനകത്ത് നമുക്ക് പറയാനുള്ളത്. കോസി നദി, ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നതാണ് കോസി നദി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയാണ് കോസി നദി എന്ന് പറയുന്നത്. ദാമോദർ നദി, ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ ദാമോദർ നദിയാണ്. ഇതൊക്കെയാണ് ദാമോദർ നദിയിലെ കാര്യങ്ങൾ. ദാമോദർ നദിയുടെ പ്രധാന പോഷക നദി വേണമെങ്കിൽ ബരാക്കർ നോത്ത് വെച്ചിരിക്കുക. ഗോംതി റിവർ ഒറിജിൻ എന്ന് പറയുന്നത് ഗോമത്താൽ, പിലിഭിറ്റിലെ, UP-യിലെ. അത് ലക്നൗ, സുൽത്താൻപൂർ തുടങ്ങിയ മേജർ സിറ്റീസിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഗംഗയായിട്ട് ജോയിൻ ചെയ്യുന്നത് ഗാസിപൂരിലാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഗോമതി റിവർ ഗംഗയായിട്ട് ജോയിൻ ചെയ്യുന്നത് ഗാസിപൂരിലാണ്. ഖണ്ഡക് റിവർ ഗംഗയായിട്ട് ജോയിൻ ചെയ്യുന്നത് പാറ്റ്നയ്ക്ക് അടുത്ത് വെച്ചാണ്. ടിബറ്റിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഘാഗ്ര റിവർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിൽ മേജറായിട്ടുള്ള ഒന്നാണ്. ഈ ഗംഗാനദിയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിൽ മേജറാണ് ഘാഗ്ര റിവർ എന്ന് പറയുന്നത്. ഇത് ബീഹാറിലാണ് ഇത് മെർജ് ചെയ്യുന്നത് ഗംഗയായിട്ട്. റാപ്തി, ഛോട്ടി, ഖണ്ഡക്, ശാരദ ആൻഡ് സരയു ഇതൊക്കെയാണ് ഈ ഘാഗ്ര റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. രാംഗംഗ എന്ന് പറയുന്നൊരു ട്രിബ്യൂട്ടറി ഉണ്ട്. ദൂധത്തൗലി നിരകളിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി എന്നൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് രാംഗംഗയുടെ കാര്യം പറഞ്ഞത്. രാംഗംഗയാണ്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാംഗംഗയാണ്. രാംഗംഗ ഗംഗാ നദിയെ ചേരുന്ന സ്ഥലം കനൗജാണ്. നമുക്ക് ഗംഗാ റിവറിൻ്റെ തീരത്തുള്ള സിറ്റികളുടെ ലിസ്റ്റാണ്. അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ ഹരിദ്വാർ, നറോറ, കനൗജ്, പിന്നെ കാൺപൂർ, വാരണാസി, പാറ്റ്ന, കൊൽക്കത്ത വെസ്റ്റ് ബംഗാളിലെ. നമ്മൾ നേരത്തെ ഒരു ഫറാക്ക എന്നൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടെ ഒരു ഗംഗാനദിക്ക് കുറുകെ ഒരു പശ്ചിമ ബംഗാളിലൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫറാക്ക ബാരേജ് എന്നാണ് അതിൽ തടയണ. അതൊന്നും ഓർത്ത് വെച്ചിരിക്കുക. ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത്? നമ്മൾ പറഞ്ഞായിരുന്നു വെസ്റ്റ് ബംഗാൾ വന്നിട്ട് 2 കൈവഴികളായിട്ട് തിരിയുന്നു. ഒരു കൈവഴി ഹൂഗ്ലി, മറ്റൊരു കൈവഴി എന്ന് പറയുന്നത് ബംഗ്ലാദേശിലോട്ട് പോകുന്നു. അപ്പോൾ ഏത് സ്ഥലത്ത് വെച്ചാണ് ആ ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് ചോദിച്ചാൽ ഫറാക്ക എന്നാണ്. ബംഗ്ലാദേശിലോട്ട് കടന്ന ഗംഗയുടെ പേര് മാറുന്ന പത്മയാവുന്നു. ഈ പത്മ
ബ്രഹ്മപുത്ര നദിയുമായിട്ട് ചേരുന്നുണ്ട്. അത് ചേരുന്നത് ചാന്ദ്പൂർ എന്ന സ്ഥലത്ത് വെച്ചാണ്. ആ ചാന്ദ്പൂർ എന്ന ആ സ്ഥലം, ആ ഒരു പേര് ഓർത്ത് വെച്ചിരിക്കുക. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര വരുന്നുണ്ട്, ഗംഗയും അങ്ങോട്ട് വരുന്നുണ്ട്, കൂടിച്ചേരുന്നുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും പേര് വേറെയാണ്. ബ്രഹ്മപുത്രയുടെ പേര് ജമുന എന്നാണ്, ഗംഗയുടെ പേര് പത്മ എന്നാണ്. അപ്പോൾ അവർ അവിടെ ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ ആ നദി അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മേഘ്ന എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദർബൻ ഡെൽറ്റയാണ്. അവിടെ ഈ ഗംഗ ബ്രഹ്മപുത്ര ഒത്തുചേർന്ന് ഒഴുകി അവർ ഈ സുന്ദർബൻ ഡെൽറ്റ തീർത്തിട്ടാണ് ബേ ഓഫ് ബംഗാളിലോട്ട് വന്ന് പതിക്കുന്നത്. ഗംഗയുടെ പ്രധാന കൈവഴി ഹൂഗ്ലി നദി കൈവഴിയാണത്, തിരിഞ്ഞു പോരുത്. കൈവഴിയാണ് ഹൂഗ്ലി എന്ന് പറയുന്നത്. അതായത് ഗംഗയിൽ നിന്നും പോകുന്നതാണത്. ഗംഗയിൽ നിന്നും ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞു പോകുന്നതാണ്, അല്ലാതെ വേറെ ഇടത്ത് നിന്ന് വന്ന് ചേരുന്നതല്ല. അതുകൊണ്ട് കൈവഴി എന്നാണ് പറയുന്നത് ഹൂഗ്ലിയെ. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കൊൽക്കത്തയാണ്. നമ്മൾ പറഞ്ഞായിരുന്നു, കൊൽക്കത്ത നഗരത്തിൽ ഒഴികെയാണ് ഈ ഹൂഗ്ലി ബേ ഓഫ് ബംഗാൾ വന്ന് പതിക്കുന്നതെന്ന്. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദി ദാമോദർ. ആക്ച്വലി ദാമോദർ ഹൂഗ്ലിയുടെ പോഷക നദിയാണ്. മാപ്പിലിപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഒരു ചെറിയ കാര്യം ഇവിടെ പറയാനുണ്ട്. അത് തുടക്കത്തിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവിടെ കേട്ട് കൺഫ്യൂഷൻ ആവണ്ട എന്ന് വെച്ചിട്ടാണ്. പറഞ്ഞല്ലോ, ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ്. പക്ഷേ അവിടെ പേര് ഭഗീരഥി എന്നാണ്. പിന്നെ കുറച്ചിങ്ങോട്ട് ഒഴുകിയിട്ട് അളകനന്ദ നദിയായിട്ട് ചേർന്നിട്ടാണ്, ദേവപ്രയാഗിൽ വെച്ച് ചേർന്നിട്ടാണ് ഈ ഗംഗ എന്ന പേരിൽ പിന്നെ അങ്ങോട്ട് ഒഴുകുന്നത്. അപ്പോൾ ഈ അളകനന്ദ നദിയെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞില്ല. അതിന് കുറച്ച് ട്രിബ്യൂട്ടറീസ് ഉണ്ട്, ധൗളി ഗംഗ, നന്ദാകിനി, പിണ്ടാർ, ഇതൊക്കെ. അപ്പോൾ അത് ഈ ട്രിബ്യൂട്ടറീസ് ഈ അളകനന്ദ നദിയായിട്ട് ചേരുന്ന ഭാഗത്തിന് പേരുണ്ട്. വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്. അപ്പോൾ ഈ ധൗളി ഗംഗ അളകനന്ദയായിട്ട് ചേരുന്ന ഭാഗത്താണ് വിഷ്ണുപ്രയാഗ്. നന്ദാകിനി എന്ന് പറയുന്ന അതിൻ്റെ ട്രിബ്യൂട്ടറി, അളകനന്ദയുടെ ട്രിബ്യൂട്ടറി ചേരുന്ന ഭാഗമാണ് നന്ദപ്രയാഗ്. പിണ്ടാർ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് കർണപ്രയാഗ്. മന്ദാകിനി രുദ്രപ്രയാഗ് വിളിച്ച് ജോയിൻ ചെയ്യുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. പഞ്ചപ്രയാഗ് എന്ന് പറഞ്ഞൊരു, അപ്പോൾ കുറേ പ്രയാഗ് കേട്ടല്ലോ നമ്മൾ. വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്. പഞ്ചപ്രയാഗ് എന്ന് പറഞ്ഞൊരു ഒരു പദമുണ്ട്. അതായത് ഇങ്ങനെ ഇത് ഈ കൺഫ്ലുവൻസസ് കൂടിച്ചേരുന്ന സ്ഥലങ്ങളാണ് ഈ പ്രയാഗ് എന്ന് പറഞ്ഞ് പോകുന്നത്. പഞ്ചപ്രയാഗ് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. അതായത് ഈ വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്. ഇതാണ് പഞ്ചപ്രയാഗ് എന്ന് പറയുന്നത്. ഹോളി, അതായത് പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളെന്നാണ് വിശ്വാസം. അപ്പോൾ ഇതിനകത്ത് ദേവപ്രയാഗ് നമുക്കറിയാം, ഈ അളകനന്ദ നദി ഭഗീരഥി റിവറോട്ട് നിന്ന് ചേരുന്ന സ്ഥലം. മറ്റേ വിഷ്ണുപ്രയാഗ് എന്ന് പറയുന്നത് ഈ അളകനന്ദ റിവറിലോട്ട് ധൗളി ഗംഗ വന്ന് ചേരുന്നത്. നന്ദപ്രയാഗ് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഈ വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്, ഇതാണ് പഞ്ചപ്രയാഗ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി. തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതൊക്കെ ഞാൻ കോഡ് വെച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്ലൈഡ്, ഇതാണ് ഈ സ്ലൈഡ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ അത് കണ്ട് പഠിക്കുകയോ ചെയ്യുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ഒരുപാട് നദികളുടെ മീൻസ് ഈ നദി, ഗംഗാ നദി പ്ലസ് അതിൻ്റെ ട്രിബ്യൂട്ടറീസ്, ഇതിൻ്റെ എല്ലാം കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈഡാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗംഗയുടെ പോർഷനിൽ നിന്ന് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് അഡീഷണൽ MCക്കും കൂടെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളിതിനകത്ത് അങ്ങ് പക്കയാവും. ഇന്ത്യയിലൂടെയുള്ള ഗംഗാ നദിയുടെ നീളം 25 അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. 25 കിലോമീറ്റർ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ 4. ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഹരിദ്വാറിൽ വെച്ച്. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നമാമി ഗംഗ 2014 നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986 ജനുവരി 14 നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഈ ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഗംഗയുടെ വാട്ടർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള പരിപാടികൾ, അതായത് മലിനീകരണം കുറയ്ക്കുക. അതായത് അറിയാമല്ലോ, പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു നദിയാണ് ഗംഗയെന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയത്. NW1 ദേശീയ ജലപാത കടന്നു പോകുന്ന നദി ഗംഗ. കീർത്തിനാശിനി എന്ന് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന നദി ഗംഗയാണ്. 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഈ ത്രിവേണി സംഗമം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ അറിയപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.